ഹായ്, നമ്മുടെ മാവും തൈ കണ്ടു. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ഇതുപോലെ കിട്ടിയത് തൈകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. ഇത് മാത്രം എന്താണാവും ഇങ്ങനെ ഒരു മുരടിച്ച പോലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്തപ്പോഴാണ് ഈ മാതിരി തളിരില വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേപ്പിൻ പിണ്ണാക്കും പിന്നെ പൊടിയും എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചാലും ചിലപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവട്ടെ ഇങ്ങനെ മുരടിച്ച് പോയത്. കണ്ട അങ്ങനെ മരങ്ങളുടെ താഴെ ആയതുകൊണ്ടേ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പിന്നെ ഇതുമതേ കുറേ പൊടിയുണ്ട്, വെള്ളപ്പൊടി കണ്ട. ഇതൊക്കെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെയാണ്. നമുക്ക് വേപ്പെണ്ണ അടിച്ചാൽ പോകാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ കടക്കിലേക്ക് എത്താറില്ല. അങ്ങനെയുണ്ട് ഒരു കുഴപ്പം കണ്ടു. അപ്പോൾ നമുക്കിതിന് എന്താ ചെയ്യുക, ഇതുപോലെ തളിര് വരാനായിട്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കണ പ്ലാവ് ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന വളം. നല്ല നമ്മുടെ ജൈവ സ്ലറി ഉണ്ടല്ലോ, അതൊരു തുണ്ടെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ സ്ലറി ഉണ്ടല്ലോ, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഉണ്ടാക്കുന്ന സ്ലറി, അതൊഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിന് ഇടവിട്ടിട്ട് നമ്മളിങ്ങനെ മാവുകൾക്കൊക്കെ ഇടവിട്ടിട്ട് നമ്മൾ മാറി മാറി വളം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അത് ഇതുപോലെ വരും, തളിര് വരും. അങ്ങനെ ഞാൻ ചെയ്തപ്പോഴാണ് അത് ഉഷാറായത്. പിന്നെ നമ്മൾ വളം ഒഴിച്ച് കൊടുക്കുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് കൊടുക്കണം. നല്ല വെയിലുള്ളപ്പോൾ കൊടുക്കരുത്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താ എപ്പോഴും പറയണം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മണ്ണ് നന്നായിട്ട് ചുറ്റും ഇളക്കണം. ഇതിന് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിനപ്പടി പുതിയ ഇലകൾ വരും. അപ്പോൾ നമ്മളിത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതന്നെ അടുപ്പിച്ചിനി ഒഴിക്കരുത് കേട്ടോ. കാരണം ഒരു ചെടിക്കും അങ്ങനെ ഒരേ വളം തന്നെ അടുപ്പിച്ച് കിട്ടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എൻ്റെ ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഇതുപോലെയുള്ള ജൈവ സ്ലറികൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഇടവിട്ട് മാറി മാറി ഒഴിക്കുക. അപ്പോൾ പുതിയ കൂമ്പുകളും ഇലകളൊക്കെ സമൃദ്ധിയായിട്ട് പൊട്ടി വളരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്കും പിന്നെ ഇതുപോലെയുള്ള മരത്തൈകൾക്ക്, ഫ്രൂട്ട്സ് തൈകൾക്കൊക്കെ, പ്ലാവ്, അതുപോലെ തന്നെ ഞാവൽ, പേര, അതിനൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ട്ടാ.